കർത്താവിൻ്റെ പരിശുദ്ധ മഹനീയ നാമം വാഴ്ത്തപ്പെടട്ടെ. ഈ വീഡിയോ ചെയ്യാൻ കാരണം പല ദൈവമക്കളും വിളിച്ച് ലൈംഗിക സ്വപ്നം കാണുന്നു, സിസ്റ്റർ പ്രാർത്ഥിക്കണം, നിങ്ങൾക്ക് വേണ്ടിയാണ് ഈ വീഡിയോ ചെയ്യുന്നത്. ബൈബിളിൽ സ്വപ്നങ്ങളെക്കുറിച്ച് പല സ്ഥലങ്ങളിലും പരാമർശമുണ്ട്. എന്നാൽ എല്ലാ സ്വപ്നങ്ങൾക്കും ആത്മീയമായി അർത്ഥമുണ്ടാകണമെന്നില്ല. ചില സ്വപ്നങ്ങൾ നമ്മുടെ ചിന്തകൾ, വികാരങ്ങൾ, അനുഭവങ്ങൾ വഴിയും വരാം. ചില സ്വപ്നങ്ങൾ ശരീരത്തിൻ്റെ സ്വാഭാവിക പ്രവർത്തനങ്ങൾ വഴിയും വരാം. ചില സ്വപ്നങ്ങൾ പൈശാചിക സ്വപ്നങ്ങളാണ്. ചിലത് ലൈംഗിക സ്വപ്നങ്ങളായി വരുന്നു. വിശ്വാസികൾ ജാഗ്രതയോടും പ്രാർത്ഥനയോടും കൂടെ ദൈവവചനത്തിൽ നിലകൊള്ളണമെന്നാണ് ബൈബിൾ പഠിപ്പിക്കുന്നത്. ഈ ലൈംഗിക സ്വപ്നത്തിൽ 2 അനുഭവ സാക്ഷ്യം ഞാനിതിൽ ഉൾപ്പെടുത്തുന്നു. അതിൽ നിന്നും 2 കുടുംബത്തെ ദൈവം വിടുവിച്ചതും ഈ വീഡിയോയിൽ ഞാൻ ഉൾപ്പെടുത്തുന്നു. സഹോദരങ്ങളെ, എല്ലാ കാര്യങ്ങളെക്കുറിച്ചും നീതിയുക്തവും പരിശുദ്ധവും സ്നേഹാർക്കവും സ്തുതിയർക്കവുമായ എല്ലാ നല്ല കാര്യങ്ങളെക്കുറിച്ചും നിങ്ങൾ ചിന്തിക്കണമെന്ന് ഫിലിപ്പിയർ 4:8 എഴുതിയിരിക്കുന്നു. എങ്ങനെയാണ് ലൈംഗിക സ്വപ്നങ്ങൾ കടന്നു വന്ന് വ്യക്തികളുടെ ജീവിതത്തെ നശിപ്പിക്കുന്നത്? നിങ്ങൾ ലൈംഗിക സ്വപ്നം കാണാറുണ്ടോ? ലൈംഗിക സ്വപ്നം കടന്നു വരാൻ പല വഴികളുണ്ട്. ചില ലൈംഗിക സ്വപ്നങ്ങൾ പൂർവികർ വഴി തലമുറകളിലേക്ക് കടന്നു വരുന്നു. പൂർവികർ ദൈവത്തിന് ഇഷ്ടമില്ലാതെ ദൈവത്തിന് വിപരീതമായി ചെയ്ത ലൈംഗിക പാപം മൂലം കടന്നു വന്ന് ഈ ലൈംഗിക സ്വപ്നങ്ങൾ ഒരു തലമുറയിൽ നിന്നും അടുത്ത തലമുറയിലേക്ക് കടന്നു വന്ന് ആ തലമുറകളെ, ഈ സ്വപ്നങ്ങൾ കൊണ്ടുവന്ന തലമുറകളെ നശിപ്പിക്കുന്നു. ഇതിൻ്റെ ലീഗൽ റൈറ്റ്സ് ക്യാൻസൽ ചെയ്യാതെ ഈ പിശാചുക്കൾ ഒഴിഞ്ഞു പോകില്ല. മറ്റൊരു വഴി, ഫോണിൽ മുഖേനയും മറ്റ് മീഡിയ മുഖേനയും ലൈംഗിക കാര്യങ്ങൾ വാച്ച് ചെയ്യുമ്പോൾ ഈ പൈശാചിക ശക്തികൾ കടന്നു വരുന്നു. മൂന്നാമത്തൊരു വഴി, ബ്ലൂഫിലും വൈകൃതമായ ലൈംഗിക പാവങ്ങളും മൂലം, അതായത് ബ്ലൂ സിനിമകൾ കാണുന്നത് മൂലവും ലൈംഗികമായ പാവങ്ങൾ മൂലവും അത് കടന്നു വരുന്നു. അത് പിശാചിന് ഒരു ലീഗലായ റൈറ്റ്സ് അവിടെ ഉണ്ടാകുന്നു. നാലാമത്തേത് വിവാഹത്തിന് മുൻപുണ്ടാകുന്ന ലൈംഗിക പാവങ്ങൾ ആണ്. വിവാഹശേഷവും അന്യപുരുഷനോടും സ്ത്രീയോടും ചെയ്യുന്ന ലൈംഗിക പാവങ്ങൾ മുഖേനയും ഈ സാത്താൻ്റെ സ്പിരിറ്റുകൾ കടന്നു വരുന്നു. ഈ പൈശാചിക ശക്തികൾക്ക് മനുഷ്യർ തന്നെ വാതിൽ തുറന്നു കൊടുക്കുന്നു. പക്ഷേ മനുഷ്യർ ഇത് അറിയാതെ പോകുന്നു. നിങ്ങൾക്ക് ഇങ്ങനെയുള്ള സ്വപ്നങ്ങൾ കാണാറുണ്ടോ? ഇങ്ങനെയുള്ള സ്വപ്നങ്ങൾ ദൈവത്തെ ആരാധിക്കുന്ന വ്യക്തിക്കെതിരെ സാത്താൻ കൊണ്ടുവന്ന് അവരുടെ ആരോഗ്യത്തെയും അവരുടെ മാരേജ് ജീവിതത്തെയും അവരുടെ പ്രാർത്ഥന ജീവിതത്തെയും തടസ്സപ്പെടുത്തുന്നു. വിവാഹ തടസ്സങ്ങൾ ഉണ്ടാകുന്നു. സമാധാനപരമായി കുടുംബജീവിതം നയിക്കാൻ തടസ്സപ്പെടുത്തുന്നു. കുടുംബ ബന്ധത്തെ അത് പെരുപ്പിക്കുന്നു. വഴക്കുകളും സമാധാനമില്ലായ്മയും ഉണ്ടാക്കുന്നു. ഇങ്ങനെയുള്ള ലൈംഗിക സ്വപ്നങ്ങൾ കാണുമ്പോൾ മറ്റുള്ളവരോട് അതെങ്ങനെ പുറത്ത് തുറന്ന് പറയും? നാണമായ കാര്യമാണ്. തുറന്ന് പറയാൻ കഴിയാതെ നിങ്ങൾ വിഷമിക്കുകയോ, അങ്ങനെ നിങ്ങൾ വിഷമിച്ചിരിക്കേണ്ട കാര്യമില്ല. പരിഹാരമുണ്ട്. പ്രാർത്ഥിച്ച് ഈ പൈശാചിക ശക്തികളെ നശിപ്പിക്കുവാൻ കഴിയും. ഈ സ്വപ്നങ്ങൾ കൊണ്ടുവരുന്ന പൈശാചിക ശക്തികൾ, ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന സത്താനിക കിങ്ഡം ഉണ്ട്. എഫേസ്യർ 6:12 പറയുന്നു, സാത്താൻ ആകാശമണ്ഡലത്തിലെ ദുഷ്ടാരൂപികളും സമുദ്രത്തിലെ സാത്താനിക കിങ്ഡമുണ്ട്, ഭൂമിയിലെ സാത്താനിക കിങ്ഡമുണ്ട്. ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിക്കുന്നത് ഈ ദുരാത്മാക്കളാണ്. ഇതിൽ 2 അനുഭവ സാക്ഷ്യങ്ങൾ ഞാനിതിൽ ഉൾപ്പെടുത്തുന്നു. എന്നെ പലരും പ്രാർത്ഥിക്കാൻ വിളിക്കാറുണ്ടെന്ന് പറഞ്ഞുവല്ലോ. അതിൽ ഒരു പെൺകുട്ടിയുടെ മാരേജ് കഴിഞ്ഞ് 6 മാസക്കാലമായപ്പോൾ അവരുടെ ഭാര്യ ഭർത്താവ് പരസ്പരം പിരിഞ്ഞു മാറി. കാരണം പെൺകുട്ടിക്ക് ഭർത്താവിനെ ഇഷ്ടപ്പെടുന്നില്ല. അതൊരു കോർട്ട് കേസ് ഫയലായി. ആ കോർട്ട് കേസ് നടന്നുകൊണ്ടിരുന്ന ടൈമിലാണ് അവരെന്നെ വിളിച്ച് പ്രാർത്ഥിക്കുന്നത്. ഈ കുട്ടിക്ക് ഞാൻ കൗൺസിലിംഗ് ചെയ്ത സമയത്ത് ഈ കുട്ടി നല്ല സ്വഭാവം ഉള്ളതാണെന്ന് എനിക്ക് മനസ്സിലായി.
കാണാൻ സുന്ദരിയായ കുട്ടിയാണ്. ഞാൻ ഈ കുട്ടിയോട് ചോദിച്ചു, എപ്പോഴെങ്കിലും ലൈംഗിക സ്വപ്നം കണ്ടിട്ടുണ്ടോ? ഈ മകൾ പറഞ്ഞ കാര്യം ഇപ്പോൾ ഓർത്താലും ചിരി വരും. അവൾ വളരെ രസകരമായൊരു കാര്യം പറഞ്ഞു. അവൾ എന്നോട് പറഞ്ഞത്, പല പ്രാവശ്യവും ഞാൻ അങ്ങനെയുള്ള സ്വപ്നങ്ങൾ കാണാറുമുണ്ട്. എന്നെ ഫോളോ ചെയ്യുന്നതും എൻ്റെ സ്വപ്നത്തിൽ സന്ദർശകരായി വരുന്നത് സുന്ദരന്മാരായ പയ്യന്മാരാണ്. അപ്പം ഈ കുട്ടി വിചാരിച്ചു, ഈ കുട്ടിയുടെ സ്വപ്നത്തിൽ വരുന്നത് ആരോ ആണ് ഇവളെ മാരേജ് കഴിക്കാൻ പോകുന്നതായിട്ട് ഈ കുട്ടി മനസ്സിൽ കണ്ടു. ഇത് സ്വപ്നം കണ്ടെങ്കിൽ ഈ കുട്ടി ഫിസിക്കലായിട്ട് മനസ്സിൽ കാണുവാണ്. അപ്പം നിലവിലുള്ള ഭർത്താവിനെ, അയ്യോ അത് കാണാൻ കൊള്ളത്തില്ലല്ലോ, എന്നെ വേറെ പയ്യൻ ആരെങ്കിലും ഒരുവൻ വന്ന്, സുന്ദരനായ ഒരു പയ്യൻ വന്ന് വിവാഹം കഴിച്ച് ഞാൻ സന്തോഷമായിരിക്കും, കാരണം അവൻ എന്നെ ഒരുപാട് സ്നേഹിക്കുന്നുണ്ടല്ലോ എന്ന് ഈ കുട്ടി വിചാരിച്ചു. ഈ മകൾ വിശ്വസിച്ച് അടുത്ത മാരേജിന് വെയിറ്റ് ചെയ്യുന്ന ഒരു കുട്ടിയായിട്ടാണ് ഈ കുട്ടി എന്നോട് പറഞ്ഞത്. അപ്പോൾ ഞാൻ പറഞ്ഞു, മോളെ, അത് സാത്താൻ നിന്റെ ജീവിതത്തെ തകർക്കാൻ പണിയുന്ന പരിപാടിയാണ്. അപ്പോൾ ആ കുട്ടി വളരെ ഭയപ്പെട്ടു. ഞാൻ എന്ത് ചെയ്യണമെന്ന് ആ മകൾ എന്നോട് ചോദിച്ചു. ഞാൻ പറഞ്ഞു, ബൈബിൾ നന്നായി വായിച്ച് നീ ധ്യാനിക്കുക. ആ പെൺകുട്ടി അങ്ങനെ ചെയ്തു. നന്നായി പ്രാർത്ഥിക്കുകയും വചനം വായിക്കുകയും വചനം ഏറ്റെടുക്കുകയും യേശുവിനെ അവള് ക്രിസ്ത്യാനിയായ കുട്ടിയാണ് എങ്കിൽ അവൾ കൂടുതൽ ദൈവികമായിട്ട് അവൾ അടുത്തു. ഒരു 3 മാസം ഈ കുട്ടിയെ ഞാൻ വാച്ച് ചെയ്തുകൊണ്ടിരുന്നു, ഇവളുടെ പ്രാർത്ഥന രീതിയൊക്കെ എങ്ങനെയെന്ന്. ഇവൾ വളരെ മാനസാന്തരപ്പെട്ടിരിക്കുന്നു ഈ കുട്ടി. അതുകൊണ്ട് ഈ കുട്ടി ഒരു 3 മാസം കഴിഞ്ഞപ്പോൾ ഈ പൈശാചിക ശക്തിയെ ഒരു ഡെലിവറൻസ് ചെയ്ത് ഞാൻ തുരത്തിക്കളഞ്ഞു. ഈ മകൾക്ക് നല്ലൊരു മാനസാന്തരം വന്നു. ഇവളുടെ ഭർത്താവിനെതിരായി കൊടുത്തിരുന്ന കേസ് അവൾ വേണ്ടെന്ന് വെച്ച് ഭർത്താവിനെ അവൾ സ്നേഹിക്കാൻ തുടങ്ങി. ഇന്ന് ആ മകൾ ഭർത്താവിനോട് ചേർന്ന് ഒരു കുഞ്ഞുമായി സന്തോഷത്തോടെ കഴിയുന്നു. മറ്റൊരു സാക്ഷ്യം വേറൊരു വ്യത്യസ്തമായ രീതിയിലുള്ളതാണ്. ഒരു 35 വയസ്സുള്ള ക്രിസ്ത്യൻ കുടുംബത്തിലെ പെൺകുട്ടിയാണ്. 2 മക്കളും ഭർത്താവുമായി അവൾ സന്തോഷത്തോടെ കഴിഞ്ഞു. ഇതിൻ്റെ ഇടയ്ക്ക് അവളുടെ അപ്പൂപ്പൻ മരിച്ചുപോയി. ഈ അപ്പൂപ്പൻ മരിച്ചതിന് ശേഷം 1 മാസം കഴിഞ്ഞപ്പോൾ ഈ പെൺകുട്ടിയുടെ സ്വപ്നത്തിൽ പല പ്രാവശ്യവും അടിക്കടിക്ക് വന്ന് ലൈംഗിക കാര്യങ്ങൾ ചെയ്യുന്നതായി ഈ കുട്ടി കണ്ടു. അപ്പോൾ ഈ കുട്ടി എന്നോട് വന്ന് വളരെ കരഞ്ഞിട്ടാണ് പറഞ്ഞത്. അപ്പോൾ ഞാൻ പറഞ്ഞു, മോളെ വിഷമിക്കേണ്ട, നന്നായിട്ട് നീ പ്രാർത്ഥിക്കുന്ന കുട്ടിയാണല്ലോ, നന്നായിട്ട് പ്രാർത്ഥിക്കും, ഞാൻ പറഞ്ഞു തരുന്നത് മാതിരി നീ ചെയ്യുക. ആ സാത്താൻ വരുന്ന വഴികളെ നീ അതിനെല്ലാം ക്യാൻസൽ ചെയ്യുക. ഏതെങ്കിലും ലീഗൽ ഉടമ്പടി ഉണ്ടെങ്കിൽ അതൊക്കെ എങ്ങനെ ചെയ്യണമെന്ന വചനം വെച്ച് ഞാൻ പറഞ്ഞു കൊടുത്തു. ആ മകൾ അത് ചെയ്തു. അങ്ങനെ ആ കുടുംബം നന്നായിട്ട് ഇപ്പോൾ ആ മകൾക്ക് ഈ പൈശാചിക ശക്തി വരുമ്പോൾ അവൾക്ക് പ്രാർത്ഥിക്കാൻ പറ്റില്ല. കുടുംബത്തിൽ പരസ്പരം വഴക്കും, ഭാര്യയും ഭർത്താവും വഴക്കും, അടിപിടി കാര്യങ്ങളൊക്കെ ഉണ്ടായി. കൂടാതെ കുഞ്ഞുങ്ങളെ നന്നായിട്ട് ശ്രദ്ധിക്കാൻ പറ്റുന്നില്ല. അവൾ രോഗിയായിട്ട് മാറുന്നു. അവൾക്ക് ബൈബിൾ വായിക്കാൻ പറ്റുന്നില്ല. ബൈബിൾ എടുത്താൽ ഉറക്കം വരുന്നു. അപ്പം ഈ സ്വപ്നങ്ങൾ കണ്ടതിന് ശേഷം ഇങ്ങനത്തെ കാര്യങ്ങളുടെ കുടുംബം തന്നെ താറുമാറായിപ്പോയി. പിന്നെ ആ കുട്ടിക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും അവളെ കൂടുതൽ വിശ്വാസത്തിലേക്ക് കൊണ്ടുവരികയും കൂടുതൽ ബൈബിൾ വായിച്ച് കാര്യം ഇങ്ങനെയാണെന്ന് പറഞ്ഞു കൊടുത്ത് വചനം വെച്ച് ആ ലീഗൽ ഉടമ്പടികളെല്ലാം ക്യാൻസൽ ചെയ്ത് പ്രാർത്ഥിച്ചപ്പോൾ ആ പൈശാചിക ശക്തികൾ അകന്നുപോയി. ഇന്നവൾ സന്തോഷത്തോടെ കൂടുതലും കർത്താവിലേക്ക് അടുത്ത് സന്തോഷത്തോടെ കഴിയുന്നു. 2 കൊരിന്ത്യർ 10:5 പറയുന്നു, എല്ലാവിധമായ പ്രതിബന്ധങ്ങളെയും നിങ്ങൾ തകർക്കുന്നു. ദൈവത്തെ പറ്റിയുള്ള അറിവിന് എതിരായി നിൽക്കുന്ന എല്ലാ സാത്താൻ്റെ വാദമുഖങ്ങളെയും തകർത്ത് കളയുവാൻ വേണ്ടിയാണ് പറയുന്നത്.
ക്രിസ്തു യേശുവിനെ അനുകരിക്കേണ്ടതിന് നിങ്ങളുടെ ചിന്താഗതികളെ താഴ്ത്തിക്കളയുവിൻ എന്ന് ദൈവവചനം അവിടെ പറയും. അതുകൊണ്ട് നിങ്ങൾ ഭയപ്പെടാതെ സാത്താനിക ശക്തികളെ നിങ്ങൾക്ക് തകർക്കാൻ ദൈവം നമ്മോട് കൽപ്പിച്ചിരിക്കുന്നു. ഒരുപക്ഷെ നിങ്ങൾക്ക് വിരുദ്ധമായി എന്തെങ്കിലും സാത്താൻ്റെ കിങ്ഡം നിങ്ങളെ വേദനപ്പെടുത്തുന്നുണ്ടെങ്കിൽ അതിന് പല കാരണങ്ങൾ അവൻ ഉണ്ടാക്കുന്നതാണ്. ക്രിസ്തീയ ജീവിതം എന്ന് പറഞ്ഞാൽ യുദ്ധമില്ലാതെ ക്രിസ്തീയ ജീവിതം ഇല്ല. യേശുക്രിസ്തുവിൻ്റെ രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ട എല്ലാവർക്കും സാത്താനോട് യുദ്ധമുണ്ട് സഹോദരങ്ങളെ. ഒരു ക്രിസ്ത്യാനിക്ക് യുദ്ധം ഇല്ല എന്നുണ്ടെങ്കിൽ അവർ യേശുവിനോട് അടുത്തിട്ടില്ല എന്ന് ആണ് അത് അർത്ഥമാക്കേണ്ടതായിട്ടുള്ളത്. സാത്താൻ ആരാണ് എതിരായിട്ട് നിൽക്കുന്നത്? സാത്താൻ ആരെയാണ് അറ്റാക്ക് ചെയ്യുന്നത്? സാത്താൻ അറ്റാക്ക് ചെയ്യുന്നത് പ്രാർത്ഥിക്കുന്നവരെയും വിശുദ്ധ ജീവിതം നയിക്കുന്നവരെയുമാണ്. അല്ലാത്തവരെയൊന്നും അവൻ അറ്റാക്ക് ചെയ്യുന്നില്ല. അപ്പോൾ കൂടുതലും ദൈവ മക്കളെയും ദൈവഭക്തരെയുമാണ് സാത്താൻ ഒരു ടാർഗറ്റായി കൊണ്ടുപോകുന്നത്. ജോൺ 10:10 പറയുന്നു, മോഷ്ടിക്കാനും കൊല്ലാനും നശിപ്പിക്കുവാനുമാണ് കള്ളൻ വരുന്നത്. ഞാൻ വന്നിരിക്കുന്നത് അവർക്ക് ജീവൻ ഉണ്ടാകുവാനും അത് സമർത്ഥമായി ഉണ്ടാകുവാനുമാണ്. ഇപ്പം ക്രിസ്തീയ ജീവിതത്തിൽ സാത്താനോട് പോരാടി നമ്മൾ ജയിക്കേണ്ടതായിട്ടുണ്ട്. അവൻ്റെ പൈശാചിക തലത്തെ പ്രാർത്ഥിച്ച് തകർക്കണം. അവൻ ദൈവമക്കളെ എന്തിനാ ഉപദ്രവിക്കുന്നതെന്ന് നിങ്ങൾ ആദ്യം മനസ്സിലാക്കണം. ദൈവത്തിൻ്റെ അടുക്കാനോ മനുഷ്യർ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നതോ പിശാചിന് ഒരിക്കലും ഇഷ്ടമല്ല. ദൈവത്തെ നിങ്ങൾ എപ്പോഴും കുറ്റപ്പെടുത്തണം, ദൈവത്തെ നിങ്ങൾ വെറുക്കണം, ദൈവത്തെ നിങ്ങൾ സംശയിക്കണം, ദൈവമാണ് നിങ്ങളെ കഷ്ടപ്പെടുത്തുന്നതെന്ന് നിങ്ങൾക്ക് തോന്നിപ്പിക്കണം, നിങ്ങളെ ബോധ്യപ്പെടുത്തണം. ഇതെല്ലാം പിശാചിൻ്റെ പല ടെക്നിക്കലാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ട ദൈവമക്കളെ, നിങ്ങൾ ഭയപ്പെടാതെ പൈശാചിക ശക്തികളോട് പോരാടി നിങ്ങൾ ജയിക്കണം. ദൈവമക്കളെ, ലൈംഗിക സ്വപ്നങ്ങൾ നിങ്ങൾക്ക് നൽകി കുടുംബങ്ങളെ ഭിന്നിപ്പിക്കാനും പ്രാർത്ഥിക്കാൻ കഴിയാതിരിക്കാനും മാരേജ് തടസ്സങ്ങളും ജോലി തടസ്സങ്ങളും എല്ലാം ഉണ്ടാക്കി നിങ്ങൾക്ക് മുന്നോട്ട് കയറി പോകാതിരിക്കുന്ന ഒരവസ്ഥ ഉണ്ടാക്കുകയും ചെയ്യുകയാണ് സാത്താൻ്റെ അവൻ്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന അവൻ അറ്റാക്ക് ചെയ്യാനുള്ള കാരണം ഇതൊക്കെയാണ്. അപ്പം അങ്ങനെയുള്ള ദുഷ്ട അരൂപികളെ നിങ്ങൾ ഈ പൈശാചിക ശക്തികളെ എങ്ങനെയാണ് കൈകാര്യം ചെയ്യേണ്ടതെന്ന് കുറച്ച് നിങ്ങൾ മനസ്സിലാക്കിയിരുന്നാൽ നിങ്ങൾക്ക് ഈസിയായിട്ട് ഇങ്ങനത്തെ സ്വപ്നങ്ങൾ വരുമ്പോൾ അതിനെല്ലാം ബ്രേക്ക് ചെയ്യുകയും നശിപ്പിക്കുകയും അവൻ്റെ ബലിപീഠങ്ങളെ തകർക്കുകയും അവനെതിരായിട്ട് നിങ്ങൾ പോരാടി നിങ്ങൾ ജയിക്കണം. ക്രിസ്ത്യാനികൾക്ക് ഇങ്ങനെയുള്ള സ്വപ്നങ്ങൾ വരാറുണ്ടോ എന്ന് ചോദിച്ചാൽ തീർച്ചയായിട്ടും വരും. വന്നാൽ ഉടനെ നിങ്ങൾ കർത്താവിൽ ആശ്രയിക്കുകയും സാത്താനിക ശക്തികളെ എതിർത്ത് നിൽക്കുകയും ചെയ്യണം. നിങ്ങൾ അവനെ എതിർക്കുമ്പോൾ അവൻ നിങ്ങളെ വിട്ട് ഓടിപ്പോകും. നിങ്ങൾ ഇങ്ങനെയുള്ള സ്വപ്നങ്ങൾ കാണാറുണ്ടെങ്കിൽ ഈ സാത്താനിക സ്വപ്നങ്ങളെ നിങ്ങൾ പ്രാർത്ഥിച്ച് നശിപ്പിക്കേണ്ടത് വളരെ വളരെ അത്യാവശ്യമാണ്. ലേറ്റാക്കാതെ ഉടൻ തന്നെ നിങ്ങൾ അതിൻ്റെ സ്റ്റെപ്പുകൾ എടുക്കേണ്ടതായിട്ടുണ്ട്. സാത്താനിക ശക്തികളെ തകർക്കുന്ന ആയുധങ്ങൾ വചനം ലൂക്ക് 10:19 അതിൽ കർത്താവിൻ്റെ വചനം അവിടെ പറയുന്നു, പാമ്പുകളുടെയും തേളുകളെയും ശത്രുവിൻ്റെ സകല ബലത്തെയും ചവിട്ടി നടക്കാൻ കർത്താവ് മനുഷ്യർക്ക് അധികാരം കൊടുത്തിരിക്കും. നിങ്ങൾക്കതിന് അധികാരമുണ്ട്. കൊളോഷ്യൻസ് 2:14-15 പറയുന്നു, നിനക്ക് വിരോധമായിട്ടുള്ള എല്ലാ ലിഖിത നിയമങ്ങളും സാത്താൻ്റെ കയ്യിലിരിക്കുന്ന നിങ്ങൾക്ക് വിരോധമായി അവൻ എഴുതിയിരിക്കുന്ന എല്ലാ എഴുത്തുക്കളെയും യേശു കുരിശിൻ നടുവിൽ വെച്ച് തന്നെ തറച്ചു കളഞ്ഞു. ആധിപത്യങ്ങളെ അധികാരങ്ങളെ യേശു നിരായുധമാക്കുകയും പരസ്യമായി അവഹേളന കോലമാക്കിയെന്നും എഴുതപ്പെട്ടിരിക്കുന്നു. കൊളോഷ്യൻസ് 2:14-15 എന്ന വചനം ഉപയോഗിച്ച് പൈശാചിക തലത്തെ നിങ്ങൾ ബ്രേക്ക് ചെയ്യേണ്ടതായിട്ടുണ്ട്. യേശുവിൻ്റെ നാമവും യേശുവിൻ്റെ രക്തവും പരിശുദ്ധാത്മാവിൻ്റെ അഗ്നിയും ഉപയോഗിച്ച് സാത്താനെ നിങ്ങൾ തകർക്കണം. 1 പത്രോസ് 1:1 പറയുന്നു, അത് യേശുവിൻ്റെ രക്തത്തിൻ്റെ പവർ അവിടെ കാണിക്കുന്നു. യേശുവിൻ്റെ രക്തത്താൽ തളിക്കപ്പെടുന്നതിന് വേണ്ടി മുൻകൂട്ടി നിശ്ചയിക്കപ്പെട്ടവരാണ് നിങ്ങൾ. എബ്രായർ 9:20 പറയുന്നു, ദൈവം നിങ്ങളോട് കൽപ്പിച്ചിരിക്കുന്നു, ഉടമ്പടിയുടെ രക്തം യേശുവിൻ്റെ അമൂല്യ രക്തമാണ് സാത്താനെ തോൽപ്പിക്കുന്ന ആയുധം.
ഇത് നിങ്ങളുടെ ഭവനത്തിലും നിങ്ങളുടെ മേലും നിങ്ങളുടെ ആത്മാവിലും ജീവനിലും ശരീരത്തിലും നിങ്ങളുടെ ഭവനത്തിലും വസ്തുക്കളുടെ മേലും സകലയിടത്ത് നിങ്ങളുടെ കുഞ്ഞുങ്ങളുടെ മേലെല്ലാം ഈ തളിക്കപ്പെട്ട കുഞ്ഞാട്ടിൻ്റെ രക്തം, അതായത് ക്രിസ്തുവിൻ്റെ അമൂല്യ രക്തം തളിച്ച് നിങ്ങൾ ഓരോ ദിവസവും നമ്മൾക്ക് പോരാട്ടമുണ്ട്. ഓരോ ദിവസവും പൈശാചിക ശക്തികളെ നിങ്ങൾ എതിർത്ത് നിങ്ങൾ യേശുവിൻ്റെ രക്തവും യേശുവിൻ്റെ വചനവും ഉപയോഗിക്കേണ്ടതായിട്ടുണ്ട്. അപ്പം ദൈവവചനം പറയുന്നു, എൻ്റെ വചനം അഗ്നി പോലെയും പാറയെ തകർക്കുന്ന കുടം പോലെയുമാണ്. യെരമ്യാ 23:29 പറയുന്നു, ദൈവവചനം എന്ന് പറയുന്നത് അഗ്നിയാകുന്നു, അത് പാറയിൽ അടിക്കുന്ന ഒരു ചിറ്റിക കൂടിയാകുന്നു. യെരമ്യാ 1:12 പറയുന്നു, എൻ്റെ വചനം നിവർത്തിക്കാൻ ഞാൻ ജാഗ്രതയോട് കാത്തിരിക്കും. ദൈവത്തിൻ്റെ വചനം നിങ്ങൾ പറയുമ്പോൾ ആത്മീയ മണ്ഡലത്തിൽ മാറ്റങ്ങൾ ഉണ്ടാകും. അതായത് നിങ്ങളുടെ വാർത്ത നിങ്ങൾ സൗണ്ടിൽ പറയുമ്പോൾ അവിടെ ഒരു വൈബ്രേഷൻ ഉണ്ടാകും. അവിടുത്തെ ദൊട്ടാരിവികളും അന്ധകാര ശക്തികളും വചനം കേൾക്കുമ്പോൾ തന്നെ അവരവിടം വിട്ട് മാറിപ്പോകും. അതുകൊണ്ട് നിങ്ങൾ ഈ വചനങ്ങൾ ഉപയോഗിച്ച് ശത്രുവിനെയും അവൻ്റെ ബലിപീഠങ്ങളെ തകർക്കണം. അതിനു മുൻപേ നിങ്ങൾ മുഖ്യമായിട്ട് ഒരു കാര്യം പിന്തുടരണം. എന്തെന്നാൽ നിങ്ങളുടെ എല്ലാ പാപങ്ങളെയും തെറ്റുകളെയും ഓർത്ത് അനുതപിക്കണം, ഓർത്ത് പശ്ചാത്തപിക്കണം. എന്നിട്ട് നിങ്ങളുടെ ഹൃദയത്തെ ശുദ്ധീകരിക്കണം, ക്രിസ്തുവിൻ്റെ രക്തം കൊണ്ട് കഴുകണം. അകത്തെ മനുഷ്യനെ യേശുവിൻ്റെ രക്തം കൊണ്ട് കഴുകുകയും വിശുദ്ധിയും ഭയവും സൂക്ഷിക്കുകയും ചെയ്യണം. കാരണം സാത്താനിക ശക്തികൾ സ്പിരിറ്റായിട്ടിരിക്കുകയാണ്. പൈശാചിക ശക്തികൾ നമ്മൾക്ക് ഒരു തെറ്റോ കുറ്റമോ ഉണ്ടെങ്കിൽ അവർക്ക് അറിയാൻ സാധിക്കും. നമ്മൾക്കറിയാൻ പറ്റത്തില്ല, അവർക്കറിയാൻ പറ്റും. അപ്പം നമ്മുടെ പാവം ഉള്ളിലുണ്ടെങ്കിൽ എത്ര പ്രാർത്ഥിച്ചാലും പിശാച് പോകത്തില്ല. ഇത് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. അതുകൊണ്ടാണ് നിങ്ങളുടെ പാപങ്ങളെ കഴുകി ശുദ്ധീകരിക്കാൻ പറയുന്നത്. യേശുവിൻ്റെ രക്തത്താലാണ് പാപങ്ങളെ കഴുകി ശുദ്ധീകരിക്കേണ്ടത്. അടുത്ത് ഒരു വചനം യെശയ്യാ 57:15 പറയുന്നു, അനുതാപികളുടെ ഹൃദയത്തെയും വിനീതരുടെ ആത്മാവിനെയും നവീകരിക്കാൻ ഞാൻ അവരോടുകൂടെ വസിക്കുന്നു. അപ്പം നമ്മൾ അനുതപിക്കുമ്പോഴും നമ്മുടെ ഹൃദയത്തെ ശുദ്ധിപ്പെടുത്തി നമ്മൾ വിനീതരായി മുൻപിൽ വിനീതമാക്കപ്പെടുമ്പോൾ ദൈവത്തിൻ്റെ ആത്മാവിനെ ദൈവം നമ്മൾക്ക് അയച്ചു തരും. ആ ആത്മാവിൻ്റെ ശക്തി ഉപയോഗിച്ച് സത്താനിക ശക്തികളെ നമ്മൾ തുരത്തിക്കളയും. നമ്മൾക്ക് പാപമില്ല എന്ന് ആരും ചിന്തിക്കരുത്. കാരണം പാപമില്ലാത്തവർ ഭൂമിയിൽ ആരും ഇല്ല. പാപം ഓരോ സമയം നമ്മൾ ഈ പാപലോകത്തിലാണ് ജീവിക്കുന്നത്. അതുകൊണ്ട് നമ്മുടെ വാർത്തയാലോ എങ്ങനെയായാലും അതെല്ലാം നിങ്ങൾക്കറിയാം എന്താണെന്ന്. അത് അങ്ങനെ പറഞ്ഞ് ആ പൈശാചിക ശക്തികളെ അത് നിങ്ങൾ പശ്ചാത്തപിച്ചാൽ മാത്രമേ പിശാച് പോകത്തുള്ളൂ, ഇല്ലെങ്കിൽ പൈശാചിക ശക്തികൾ പോകത്തില്ല. അടുത്ത് സാത്താൻ്റെ ഏതെങ്കിലും അവകാശവാദം ഉണ്ടെങ്കിൽ അതിനെല്ലാം നിങ്ങൾ ക്യാൻസൽ ചെയ്ത് പ്രാർത്ഥിക്കണം. സാത്താൻ വരുന്ന വഴികളെല്ലാം യേശുവിൻ്റെ രക്തം കൊണ്ട് നിങ്ങൾ അടയ്ക്കണം. അപ്പോൾ നിങ്ങൾക്ക് ഈ പൈശാചിക പോരാട്ടത്തിൽ നിന്നും പരിപൂർണമായിട്ട് ഒരു മോചനമുണ്ടാകും. ദൈവത്തിൽ ആശ്രയിച്ച് പ്രാർത്ഥനയിലും വിശുദ്ധ ജീവിതത്തിലും നിലനിൽക്കുക എന്നതാണ് നമ്മളുടെ ബൈബിളിൻ്റെ പ്രധാന ഉദ്ദേശം. പ്രിയപ്പെട്ടവരെ, ഈ സന്ദേശം നിങ്ങളെ അനുഗ്രഹിച്ചെങ്കിൽ നിങ്ങൾ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്ത് മറ്റുള്ളവർക്ക് ഇതൊരു അനുഗ്രഹമാക്കി മാറ്റുക. ദൈവം നിങ്ങളെ സമർത്ഥമായി അനുഗ്രഹിക്കട്ടെ.